രാമ 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 കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ നാം ഇന്ന് 20ാം സുദിനത്തിലേക്ക് കടക്കുകയാണ്. കിഷ്കിന്ധ കാണ്ഡത്തിലെ ബാലി സുഗ്രീവ യുദ്ധവും ബാലി വധവും ഒക്കെയായിട്ടുള്ള സന്ദർഭങ്ങൾ, ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്നൊക്കെ സംശയം ഉള്ളവർക്ക് വേണ്ടി കൃത്യമായിട്ട് ബാലിയുടെ സ്തുതിയിലൂടെ ബാലി തന്നെ വ്യക്തമാക്കി തരുന്ന ആ ബാലിയുടെ മോക്ഷകഥ കൂടിയാണ് ഈ ബാലിവധത്തിലൂടെ കാണിച്ചു തരുന്നത്. പലതുകൊണ്ടും ശ്രേഷ്ഠമായ കഥാഭാഗങ്ങളാണ് രാമായണത്തില്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ളതാണ്. ധർമ്മത്തിന് ഒരു സ്വരൂപമുണ്ടെങ്കിൽ അത് ശ്രീരാമചന്ദ്രസ്വാമിയാണ് എന്ന് ലോകത്തിന് കാണിച്ചു തരുന്നത്. ശ്രീരാമചന്ദ്രസ്വാമി ആരാണ്? രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. അതിവിടെ ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാകുന്ന ശ്രീരാമൻ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്നാണെങ്കിൽ,
മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി, ധർമ്മമാർഗം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാമാവതാരം എന്ന് ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നു. മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം രക്ഷോവധായൈവ ന കേവലം വിഭോ. മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണക്കാരൻ എന്തൊക്കെയാണോ ഈ പ്രപഞ്ചത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങാൻ ഇടവരുന്നത്, അതൊക്കെ ഒരു കുടുംബസ്ഥന്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് ഒരു ഭരണാധികാരികൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ ഇടവരുന്നത്, അങ്ങനെ ഒരു വലിയ ചരിത്രം തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. എത്രയെത്രയോ രാജവംശങ്ങളുടെ ചരിത്രവും അതിലൂടെ സീതയെ മാത്രം കെട്ടുകൊണ്ടുപോയ രാവണന് അപകടം വന്നതും, സീത ശ്രീ ആണ്, രാമന്റെ ശ്രീയാണ്, രമയാണ്, ഐശ്വര്യമാണ്. ഐശ്വര്യം ഭഗവാൻ ഉണ്ടെങ്കിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് ലക്ഷ്മി ദേവിയെ മാത്രം നമ്മൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഭഗവാന്റെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവി. ശ്രീരാമനെ സ്വീകരിക്കാതെ സീതയെ മാത്രം കട്ടെടുത്ത് കൊണ്ടുപോയ അതിലുള്ള അപകടം, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ബാലിയും സുഗ്രീവനും അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ചെയ്യുന്ന രംഗം. അങ്ങനെ ആ ഗംഭീര യുദ്ധത്തില് ആ ചരിത്രം, ബാലിയുടെയും സുഗ്രീവന്റെയും ഒക്കെ ചരിത്രം നമ്മൾ കുറെ അനുസ്മരിച്ചു കഴിഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രാമലക്ഷ്മണന്മാരോട് കൂടി കിഷ്കിന്ധ പ്രവേശം ചെയ്യുന്നു. സുഗ്രീവൻ ബാലിയെ പോരിന് വിളിക്കുന്ന രംഗം. അങ്ങനെ ബാലി സുഗ്രീവ യുദ്ധം, അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നു. പരസ്പരം അതിശക്തമായിട്ട് പോരാടുന്നു. രണ്ടു ശക്തന്മാരുടെ പോരാട്ടം അതികേമമായിരുന്നു എന്ന് ചുരുക്കി പറയാം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെ, കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. രണ്ടുപേരും തുല്യരായിട്ട്, തുല്യപ്രഭാവശാലികളായിട്ട് ബാലി സുഗ്രീവന്മാരുടെ യുദ്ധം നടക്കുന്നു. സുഗ്രീവൻ തളരുന്നു. രാമൻ മാഹേന്ദ്ര അസ്ത്രം പ്രയോഗിച്ച് ബാലിക്ക് മോക്ഷം കൊടുക്കുന്നു എന്ന് ചുരുക്കി മനസ്സിലാക്കാം. ഈ സമയത്ത് ബാലിയുടെ വിലാപം, ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ, ധർമ്മമെന്തോന്നു ലഭിച്ചതുകൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ. ബാലിയുടെ ആദ്യത്തെ വാക്കുകൾ ഇതായിരുന്നു. ബാലി പല വിധത്തിലും ഭഗവാനെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ന്യായം ബാലിയുടെ ഭാഗത്താണെന്ന് കേട്ടാൽ തോന്നുന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഇവിടെ കാണിച്ചു തന്നത്. ന്യായം പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ളതാണ് ന്യായം. ശ്രദ്ധിക്കണം, ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ളത് തന്നെയാണ് ന്യായം എന്ന് പറയുക. അത് ന്യായം. എന്നാൽ സത്യം അത് ആകണമെന്നില്ല. നമ്മൾ പറയുകയും ജയിക്കുകയും ചെയ്തിട്ട് ആ കൊന്നിട്ടില്ലാത്ത ആള് കൊലപ്പുള്ളിയാവുകയും കൊന്ന ആള് കൃത്യമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നു, വാദിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നതിലൂടെ. ഒരു തെളിവ് നഷ്ടപ്പെട്ടാൽ നിരപരാധി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. എന്നാൽ സത്യം എന്താണ്? വാദിക്കാനും ജയിക്കാനുമുള്ളതാണോ, അല്ലെങ്കിൽ പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ളതാണ് ന്യായമെങ്കിൽ ഈ ന്യായം സത്യമാവണമെന്നില്ല. അസത്യം പലപ്പോഴും ന്യായമാവാം. കേട്ടോ, അസത്യമായിരിക്കാം, പക്ഷെ പലപ്പോഴും അത് ന്യായമാവാം. എന്നാൽ സത്യം ഒരിക്കലും അന്യായമാവില്ല. അതാണ് പ്രത്യേകത. അസത്യം പലപ്പോഴും ന്യായമായിട്ട് വരാം, എന്നാൽ സത്യം ഒരിക്കലും അന്യായമായിട്ട് വരില്ല. ഒരു നിരപരാധിയെ കൊന്നു എന്നത് ന്യായമല്ല, അല്ലേ? എന്നാൽ കൊന്നു എന്നത് സത്യമാണ്. കൊന്നു എന്നത് ന്യായമല്ല, പക്ഷെ കൊന്നു എന്നത് സത്യമാണ്.
കാരണം ഈശ്വര ഹിതമാണത്, ഈശ്വരൻ സത്യമാണ്, അതിനാൽ ഈശ്വരഹിതവും സത്യമാണ്. സത്യം തുറന്ന് ശ്രീരാമൻ കാട്ടിക്കൊടുത്തപ്പോൾ ബാലിക്ക് തന്റെ ന്യായം മാറ്റാൻ സാധിച്ചു. വിവേകിയായ ബാലിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് ഒന്നും മിണ്ടിയില്ല. അതിമനോഹരമായ തത്വങ്ങൾ കൊണ്ട് ശ്രീരാമനെ ബാലി സ്തുതിക്കുന്നു. ബോധം വരുന്നു ഉപദേശത്തിലൂടെ, യഥാർത്ഥം ആ ബോധ്യപ്പെടുന്നതിലൂടെ, യാഥാർത്ഥ്യത്തിലൂടെ എന്തുണ്ടാവുന്നു? ബോധം വരുന്നു. അപ്പോൾ പറയുന്ന രംഗം വളരെ നിർഭരമായ ഒരു രംഗമാണ്. മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. മരണകാലത്ത് ഈശ്വര സ്വരൂപം കണ്ടുകൊണ്ട് ജീവൻ വെടിയാനുള്ള ഭാഗ്യം യോഗികൾക്ക് പോലും ദുർലഭമല്ലേ ഭഗവാനെ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനേ 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 എന്നങ്ങനെ നിലവിളിച്ചു, സ്തുതിച്ചു. പുത്രനായ അംഗദനെ സംരക്ഷിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. ശ്രീരാമൻ മോക്ഷം കൊടുക്കുന്നു. മഹാഭാഗ്യമാണ്. യോഗീശ്വരന്മാര് തന്റെ ഹൃദയ കമലത്തിൽ കാണണേ എന്ന് കൊതിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നേരിട്ട് കണ്ടുകൊണ്ട്, ഭഗവത് സ്പരിശമേറ്റുകൊണ്ട് അവിടുത്തെ തലോടലോട് കൂടിയിട്ട് ജീവൻ വെടിയാനുള്ള മഹാഭാഗ്യമാണ് ബാലിക്ക് കിട്ടിയത്. ആധ്യാത്മിക തലത്തിലൂടെ നോക്കുമ്പോൾ, മോക്ഷതലത്തിലൂടെ നോക്കുമ്പോൾ, ഭാരതീയ ആർഷ സംസ്കൃതിയിലൂടെ നോക്കുമ്പോൾ, അധ്യാത്മഭാവത്തിലൂടെ നോക്കുന്ന സമയത്ത് ബാലിക്ക് മഹാഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കൈകൊണ്ട് മോക്ഷം കൈവരിക്കാൻ നാരായണീയത്തിലൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ അതൊരു ഭാഗ്യമാണ്, സുഹൃതമാണ്. ഗുരുവായൂരപ്പനുമായിട്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനുമായിട്ട് രാമനുമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിലും ഭാഗ്യം വേണം. എല്ലാവർക്കും അത് കിട്ടില്ല. ബാലി മോക്ഷപഥത്തിലെത്തുന്നു. ഇതിനിടയിൽ ബാലി സുഗ്രീവന്മാർ സൗഹൃദം പുനഃസ്ഥാപിച്ചു. വിലപിക്കുന്ന താരയെ സമാധാനിപ്പിച്ചു ഭഗവാൻ. ഇവിടെയാണ് തത്വജ്ഞാനം താരോപദേശമായിട്ട്. ദുഃഖം തീരാൻ അറിവുണ്ടാകണം. നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാന്ത്വനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കരയുകയല്ല, നീ കരയാതിരിക്കണമെന്ന് പറയുകയല്ല. പിന്നെന്താണ്? അവിടെ ഉപദേശങ്ങൾ കൊണ്ട്, ഇത്തരത്തിൽ ലോകത്തിലുണ്ടായിട്ടുള്ള ഉദാഹരണങ്ങൾ കൊണ്ട്, കഥകൾ കൊണ്ട് ജ്ഞാനമുദിക്കണം. അതായത് ദുഃഖ സമുദ്രത്തിന്റെ മറുകരയിലേക്ക് എത്താൻ ജ്ഞാനമാകുന്ന തോണിയിൽ കയറണം. ദുഃഖം തീരാൻ എന്തുണ്ടാവണം? അറിവുണ്ടാകണം. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസ രക്താസ്തി കൊണ്ടേടോ എന്നൊക്കെയുള്ള അതിശ്രേഷ്ഠമായ വചനങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. സുഗ്രീവനെ അതായത് രാജ്യത്തിന്റെ ഭരണാധികാരിയായി രാജസിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്യുന്നു. ബാലിയുടെ സംസ്കാരക്രിയകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു. അംഗദനെ രാജാവായിട്ട് വാഴിക്കുന്നു.
ശ്രീരാമൻ മഴക്കാലമായി കഴിഞ്ഞാൽ, കർക്കിടകം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അല്ലെ, ഇടവം, മിഥുനം, കർക്കിടകം എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടം 4 മാസം ചാതുർമാസ്യ വ്രതമാണ്. സന്യാസിമാർക്ക്, യോഗീശ്വരന്മാർക്കുള്ള താപസന്മാർക്കൊക്കെ ഉപാസനയുടെ കാലഘട്ടമാണ് ചാതുർമാസ്യം, 4 മാസം. ശ്രീരാമൻ ചാതുർമാസ്യ വ്രതം എടുക്കുകയാണ് മഴക്കാലമായതുകൊണ്ട്. അങ്ങനെ ഋഷ്യമുഖാചലത്തിൽ ചാതുർമാസ്യം അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. ഋഷ്യമുഖാചലത്തിലാണ് ശ്രീരാമൻ ചാതുർമാസ്യം അനുഷ്ഠിച്ചത്. സുഗ്രീവനാണെങ്കിൽ കിഷ്കിന്ധയിലെ ഭരണാധികാരിയായിട്ട് സുഖലോലുപതയോടുകൂടി കഴിഞ്ഞുകൂടുന്നു. അന്യോന്യമുള്ള കരാറുകളൊക്കെ പലപ്പോഴും മറന്നുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഈ സന്ദർഭത്തിലാണ്. എല്ലാം ഈശ്വര സങ്കല്പത്തിന് വിധേയമാണ്. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ദൈവസങ്കൽപ്പം. അതിഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് ആദ്യം വർണ്ണിക്കുന്നത്. ആ യുദ്ധത്തിന്റെ രംഗങ്ങള്, ഇതിലൂടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ആ ബാലിവധത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുന്നു. വീരശിഖാമണെ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമസുതനങ്കദനന്നേരം കേട്ടോരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനി ശ്രീരാമൻ ദശരഥനാ അയോധ്യാധിപൻ. ഇവിടെ കുറെ ഉപദേശങ്ങളിലേക്ക് മാത്രമേ നമുക്ക് സമയമുള്ളൂ. ആ യുദ്ധം തന്നെ ഇവിടെ വർണ്ണിച്ചു. ബാലി സുഗ്രീവ യുദ്ധത്തിനോ വാദൃഢം, 2 സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, 2 ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കും ഉണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ച് തർക്കതനയന വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജ മുഷ്ടിപ്രഹരങ്ങളിൽ കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു. കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മാഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാം മാറയച്ചരുളിടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവെന്നൊന്നലറി വീണീടിനാൻ. ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾ സുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയും. അന്യപാണിയിൽ ചാപവും ജീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം വെട്ടമാരിടത്തിങ്കൽ വനമാലയും പൂണ്ടു. ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും. ഉണ്ടായ കോപഖേദാകുല ചേതസ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതുമെന്തിനെന്നെ കൊല ചെയ്തു. വെറുതെ വ്യാജേന ചോരധർമ്മത്തെയും കൈകൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവൻ അല്ലോ നീ.
ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നോ പറക നീ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘൂത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപങ്ങളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി. നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രീ ഭഗീനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി. താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാനീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. നാരായണനെ തൊഴുന്ന രംഗം, രാമനെ നാരായണനായിട്ട് മനസ്സിലാക്കിയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്ന ആ ബാലിയുടെ സ്തുതി. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ. ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ. കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടുകൊണ്ടാശു നിന്തിരുമേനിയും കണ്ടാശു നിന്നന്തികേതാവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നത് ആഹന്ത. ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം. ശ്രീപദേ നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ട് അൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടെ
ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പത്നികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്ഥിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോടു തുല്യബലനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദ ബാലനുമൊക്കെ ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ട് അടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദദുരാപമായുള്ളൊരു ലോകം ഭഗവൽ പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ. താരയോട് മർക്കടന്മാര് വിവരങ്ങളൊക്കെ പറയുന്ന സമയത്ത് ദുഃഖിതയായി വിലപിക്കുന്ന താര, ആ താരയ്ക്ക് ശ്രീരാമൻ ഉപദേശം നൽകുന്ന അതിവിശേഷപ്പെട്ട തത്വ സംഹിതയാകുന്ന ഉപദേശമാണ് താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ, ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വങ്മാംസരക്താസ്ഥി കൊണ്ടെടോ. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേൾ, അല്ലലുണ്ടായികതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ, ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബ ഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകാൻ പരനദ്വയൻ അവ്യയൻ ആകാശതുല്യൻ. അലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണത്താൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനെ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങിനെയെന്നതും കേൾക്ക നീ. മാനസം
സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്സൽകൃതബന്ധം ഭവിക്കുന്നു. അതിശ്രേഷ്ഠമായ താരയുടെ ഉപദേശം, അതായത് താരയ്ക്ക് ശ്രീരാമചന്ദ്രസ്വാമി ഉപദേശിക്കുന്ന താരോപദേശം, താരയുടെ ചോദ്യത്തിനുള്ള മറുപടികൾ, ഒടുവിൽ ബാലിയുടെ പത്നിയായ ആ താരയെ ദുഃഖത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും ഉണർത്തുന്ന വിശേഷപ്പെട്ട രംഗം, പിന്നെ സുഗ്രീവനെ രാജ്യാഭിഷേകം ചെയ്യുന്ന ഘട്ടം, ഇതൊക്കെ വർണ്ണിച്ചുകൊണ്ട് ഈ ഋഷ്യമൂകാചലത്തിൽ വെച്ച് ശ്രീരാമചന്ദ്രസ്വാമി ഉപദേശിക്കുന്ന ക്രിയാമാർഗോപദേശം തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള സുദിനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ രാമമദ്വയം ജഡാകലാപശോഭിതം സമസ്ത പാപനാശകം സ്വഭക്ത ഭീതി ഭഞ്ജനം ഭജേഹ രാമമദ്വയം നിജസ്വരൂപബോധകം കൃപാകരം ഭവാപഹം സമം ശിവം നിരഞ്ജനം ഭജേഹ രാമമദ്വയം സഹ പ്രപഞ്ചകൽപ്പിതം ഹ്യനാമരൂപവാസ്തവം നിരാകൃതിം നിരാമയം ഭജേഹ രാമമദ്വയം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.